ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ രംഗത്ത് വന്നേക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, നാളെ ഓണമാണ്. ഓണത്തിന് കേരളീയർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് വാഴപ്പഴം. അപ്പോൾ പണ്ടൊക്കെ പഴയ അറിയും നെറിയുമുള്ള വീടുകളിൽ പത്താഴം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് വീടുകളിൽ പത്താഴമില്ല. ആയതിനാൽ പെട്ടെന്ന് വാഴക്കൊല എങ്ങനെ പഴുപ്പിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത്, ഞാനിന്ന് പറമ്പിലൂടെ നടന്നപ്പോൾ ഒരു വാഴക്കൊല ലഭിച്ചു. അതിൻ്റെ അടിപ്പടലിൽ ഒന്ന് രണ്ട് കാകൾ പഴുത്തതായിരുന്നു. പക്ഷേ നാളെ ഓണമാണ്, നാളത്തേക്ക് മുഴുവൻ പഴുക്കണം, എന്നാലേ സുഹൃത്തുക്കൾക്കൊക്കെ പഴം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പത്താഴം പരിചയപ്പെടുത്തി തരാം. എൻ്റെ പത്താഴം എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്നതാണ്. നമുക്കത് തുറക്കാം. ഇത് തുറന്നു. അതിൽ ഞാൻ ഉച്ചയായപ്പോൾ വാഴക്കൊല കയറ്റി വെച്ചു. ഇനി നാളത്തേക്ക് ഇത് മുഴുവൻ പഴുക്കാനുള്ള സെറ്റപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട സംഗതി. ഇതേപോലെ ഒരു സാമ്പ്രാണി കത്തിച്ചെടുക്കുക. ഈ സാമ്പ്രാണി ഇങ്ങനെ ഇവിടെ കുത്തി വെക്കുക. ഇതിങ്ങനെ കുത്തിവെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ കഥ കടക്കുകയാണ്. ഒരു കഥ കടച്ചു, അടുത്ത കഥ കടച്ചു. നാളെ രാവിലത്തേക്ക് ആ കുല മുഴുവനും ഭംഗിയായി പഴുത്ത് നല്ല മനോഹരമായിട്ടിരിക്കും. അപ്പോൾ സമയം അധികമില്ല, നാളെ ഓണമാണ്. ആരുടെയെങ്കിലും വീട്ടിൽ വാഴക്കുല പഴുക്കാത്തതുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ചെയ്താൽ സംഗതി നാളത്തേക്ക് പഴുത്തിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെയ്യാൻ തോന്നിയ ഒരു കൊച്ചു വീഡിയോ. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. വാഴപ്പഴം നാളെ ആവശ്യമുള്ളവർ, ഇന്ന് പച്ച കൊലയാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ നാളത്തേക്ക് എല്ലാം പഴുത്ത് റെഡി ആകും. അപ്പോൾ സന്തോഷം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.